എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 9, 10, 11 തീയതികൾ കുറച്ച് നല്ല കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുകയും എക്കാലത്തെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ പൂവണിയുകയും ചെയ്യുന്ന നക്ഷത്രജാതകരുണ്ട്. ഈ ദിവസം 3 ഇവർക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനി അങ്ങോട്ടൊരിക്കലും മറക്കാൻ സാധിക്കാത്ത പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും ഇവരെക്കുറിച്ച് വളരെ വിശദമായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർക്ക് ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ദിവസത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലായിടത്തും മാന്യത ലഭിക്കും. കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന 3 ദിവസങ്ങൾ ഇവർക്ക് ലഭിക്കുകയാണ്. ധനാഗമവും വളരെ തെറ്റില്ലാതെ തന്നെ ഇവർക്കുണ്ടാകും. ഉപേക്ഷിച്ച ധനങ്ങൾ പോലും അപ്രതീക്ഷിതമായിട്ട് കൈവശം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിത വിവാഹ ആലോചനകൾക്കും ആ വിവാഹം ഉറപ്പിക്കാനും ഉള്ളൊരു യോഗം ഈ 3 ദിവസത്തിൽ പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില അനുകൂല നടപടികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. മനസ്സിൻ്റെ ആദി കുറഞ്ഞു തുടങ്ങും. ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തും. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പാൽപമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് പോകും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പേരിനും പ്രശസ്തിക്കും ഒപ്പം പ്രതാപവും വർദ്ധിച്ചു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങി പ്രതീക്ഷയ്ക്കൊത്ത് മുന്നേറാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അർശസ്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവ കുറയാൻ സാധ്യത കൂടുതലാണ്. ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശയന സൗഖ്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള തടസ്സങ്ങൾ നീങ്ങും. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഇവ മാറിത്തുടങ്ങും. വാദബന്ധിയായ അസുഖങ്ങൾ കുറവ് വരും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട്. യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായിട്ട് വളരെ ഉന്നതിയിൽ എത്തും. കച്ചവടങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും. ഈ ദിവസങ്ങളിൽ പാപവിചാരങ്ങൾ കുറവായിരിക്കും. ചിലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും. നാൽക്കാലികളെ വിൽക്കാനും വാങ്ങാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ദോഷപരിഹാരങ്ങൾക്ക് ശിവനധാര, കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിലെ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിലെ പരാജയങ്ങൾ നീങ്ങും. ധനനഷ്ടങ്ങൾ ഉള്ളവർക്ക് അത് നികത്താനായിട്ട് സാധിക്കുന്ന ദിവസങ്ങളാണ്. പല അനർത്ഥങ്ങളും ഇവരെ വിട്ടൊഴിയും. മനസ്സിന് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം ഉണ്ടാകും. ചിലവുകളും കുറവായിരിക്കും.
ആഭരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. സ്ഥാനചലനങ്ങൾക്ക് ഇടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് വരും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറിത്തുടങ്ങും. ബന്ധനാവസ്ഥ വിട്ടൊഴിയും. ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാവവിചാരം കൂടുതലാകും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റുക. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇവ കൂടുതലാകും. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും. വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾ ഒത്തുകൂടും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനും കൂടുതൽ സ്നേഹബന്ധത്തിലുള്ളവരുമായി പരിചയത്തിനും ഇടവരും. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്യിപ്പിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. രോഗാരിഷ്ഠിതകൾക്ക് കുറവ് കണ്ടു തുടങ്ങും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായിട്ടുള്ള ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറവായിരിക്കും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും കുറയും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും ഈ സമയത്ത് കൂടുതലാകും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിലേർപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിക്കും. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ഈ കൂറുകാർക്ക് 2-ൽ കേതുവും 4-ൽ ബുധനും 5-ൽ രവിയും 6-ൽ ശുക്രനും ശനിയും 7-ൽ വ്യാഴനും 8-ൽ രാഹുവും 9-ൽ കുജനും ആണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. വിദേശത്ത് ജോലിക്കും ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹം തടസ്സം കൂടാതെ നടന്നു കിട്ടും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച് അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം. എല്ലാത്തിനും തടസ്സങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ചവർക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ മാറിക്കിട്ടും. മനസ്സിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞ വിചാരങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ, ബന്ധനാവസ്ഥ ഇവ വിട്ടൊഴിയും. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം.
കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താനും നല്ല സമയമാണിവർ. ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.